മാഡത്തിന്റെ ഈ സാരി നല്ല ഭംഗിയുണ്ട്, നല്ല കളർ, നല്ല സ്റ്റഫും. ഏറ്റവും അടുത്തൊരാൾ മരിച്ചിട്ടും മാഡം അണിഞ്ഞൊരുങ്ങുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? അത് അല്ല, അത് നല്ലതാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പോകുന്നവര് പോയി, ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ, അല്ലേ മാഡം? ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി മറ്റൊരാളെ ഇല്ലാതാക്കണമെങ്കിൽ മനുഷ്യരതും ചെയ്യും. കേട്ടോ സാർ, ഞാൻ സർവീസിൽ കയറിയ സമയം പാലക്കാട് ഡിറ്റോ ഇതുപോലൊരു കേസ്. ഒരു വീട്ടിൽ ബന്ധുവായൊരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. അന്വേഷിച്ച് അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു, ആ വീട്ടിലെ ഒരു കക്ഷിയാണ് ആ കൊച്ചിനെ തട്ടിക്കളഞ്ഞത്. ഞാൻ ആ വീട്ടുകാരോട് മര്യാദയ്ക്ക് ആദ്യമേ ചോദിച്ചതാണ്. അപ്പൊ അവരൊന്നും സമ്മതിച്ചില്ല. പിന്നെ അവരാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം എന്റെ കലി മുഴുവൻ ഞാൻ അവരോട് തീർത്തു. ചോര തുപ്പിച്ചു. അല്ല സാർ, നമ്മളെ മനഃപൂർവ്വം പറ്റിക്കാണെന്ന് അറിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ വെറുതെ വിടുവോ? അതെത്ര വലിയ രാഷ്ട്രീയ ബന്ധമുള്ളവനാണെങ്കിലും. മാഡം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവും. സത്യമായും മാഡം, മീരയുടെ മരണവുമായി ഈ വീട്ടിലെ ആർക്കും യാതൊരു ബന്ധവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബവും ഇതേ വാചകമാണ് ആദ്യം പറഞ്ഞത്. ഞാൻ തമാശയ്ക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കട്ടെ? വെറും തമാശയാണേ. വിവാഹ വാർഷിക ഫംഗ്ഷനിടയിൽ മീരയുടെ മരണം സംഭവിച്ചതാണോ, അതോ മീരയുടെ മരണം സംഭവിക്കാൻ വേണ്ടി വിവാഹ ഫംഗ്ഷൻ ഒരുക്കിയതാണോ? അതെന്താ മേഡം അങ്ങനെ ചോദിക്കുന്നേ? മേഡത്തിന്റെ കൈ ഒന്ന് കാണിക്കൂ. വലത്തെ കൈ. കൈപ്പത്തി തുറന്നു കാണിക്കൂ. ഇനി ഇടത്തെ കൈപ്പത്തി. രണ്ട് കൈപ്പത്തിയും ചേർത്ത് വെക്കൂ. എന്താ മേഡം ഇത്? ചുമ്മാ ഒരു ഗെയിം. കൈ വിറയ്ക്കുന്നുണ്ടല്ലോ മാഡം. വിറയ്ക്കാതെ പിടിക്കൂ. വിരലുകൾ നല്ല ഹാർഡാണ്. പതിയെ ഈ വിരലൊന്ന് പ്രസ് ചെയ്താൽ മതി. ഞാൻ പോലും തട്ടിപ്പോവും. മേഡത്തിന്റെ കൈപ്പത്തികൾ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഷേക്സ്പിയറിന്റെ വരികളാ. All the perfumes of Arabia will not sweeten this little hand.
അറേബ്യയിലെ സകല സുഗന്ധലേപനങ്ങൾ കൊണ്ട് കഴുകിയാലും ഈ കൈകളിലെ ചോരമണം മായില്ല. മാക്ബത്തിൽ ലേഡി മാക്ബത്തിന്റെ വാചകമാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.